നമസ്കാരം. കോൺഗ്രസിന്റെ ഭരണകാലത്താണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ആ പദ്ധതിയിൽ വലിയ രീതിയിലുള്ള പോരായ്മകളുണ്ട്, വലിയ രീതിയിലുള്ള അഴിമതികളുണ്ട്. ഈ കേന്ദ്ര സർക്കാർ തന്നെ ആ പദ്ധതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വകമാറ്റി വയ്ക്കുമ്പോഴും അതിലൊരു നേട്ടം, അതായത് ഒരു 100% ഒരു നേട്ടം അല്ലെങ്കിൽ 100% ഒരു സക്സസ് ആ പദ്ധതിക്ക് കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആളുകൾ അതിലേക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്യുന്നതിന്റെ ഒരു നേട്ടം ഈ പദ്ധതിക്ക് കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ജോലി ചെയ്യാതെ പണം വാങ്ങുന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടുപിടിച്ചതോടുകൂടിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു വലിയ രീതിയിൽ ഒരു പൊളിച്ചെഴുത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയൊരു പേരിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിനാണ് ഇപ്പോൾ അതിനൊരു പുതിയ പേരാക്കി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന പേരിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 125 ദിവസത്തെ വേതനം ഇതിൽ ഉറപ്പാക്കേണ്ടത്, 125 ദിവസത്തെ തൊഴിൽ വേതനം ഇതിൽ ഉറപ്പാക്കുന്നുണ്ടെന്നതാണ് BGG റാംജി പദ്ധതിയുടെ ഒരു മുഖ്യ ആകർഷണം. തൊഴിലുറപ്പ് മേഖലയിൽ വ്യാപകമായ ഈ മാറ്റം, ഈ കടുത്ത തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് ലക്ഷ്യങ്ങൾ പലതുണ്ട്. കൃത്യമായി ആസൂത്രണം, കൃത്യമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറായത്. അതിൽ ഒന്നാമത്തെ കാര്യം താഴെത്തട്ടിൽ നിന്ന് അഴിമതിരഹിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക എന്നതും കൊടുക്കുന്ന കാശിന് എല്ലാവരും പണിയെടുക്കുമെന്ന് ഉറപ്പാക്കുക എന്നതും കൂട്ടുത്തരവാദിത്വം വർദ്ധിപ്പിക്കുക എന്നതും ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുന്നു എന്നതും ഇതിലൊരു മുഖ്യ ആകർഷണമാക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മാറുന്നു എന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഇനി GB റാംജി എന്നൊരു പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവന്നത്. അത് ലോകസഭയിൽ പാസ്സായി, രാജ്യസഭയിലും പാസ്സായി, ഇനി രാഷ്ട്രപതി അത് ഒപ്പിടാനായിട്ട് കാത്തു നിൽക്കുകയാണ് ആ ബില്ല്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടിമുടി മാറിയിരിക്കുകയാണ്. പദ്ധതിയുടെ പേര് മുതൽ ഫണ്ട് വിനിയോഗം വരെ മാറ്റിക്കൊണ്ട് പുതിയ ബില്ലാണ് BGG റാം ബിൽ 2025 കേന്ദ്ര സർക്കാർ ലോകസഭയിൽ അവതരിപ്പിച്ചത്. പഴയ പദ്ധതിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ ബില്ലിൽ വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരെയും സംസ്ഥാനങ്ങളെയും ഇതെങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ ഇനി മുതൽ ഈ പദ്ധതി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ അഥവാ BGG റാംജി എന്നാണ് ഇതിനെ ഇനി അറിയപ്പെടുക. 2025 പഴയ MGNREGA, അതായത് മഹാത്മാഗാന്ധി റൂറൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം അത് റദ്ദാക്കപ്പെട്ടിട്ടാണ് പുതിയൊരു പദ്ധതി വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നാൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കും. നിലവിൽ ഒരു വർഷം 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകിയിരിക്കുന്നതെങ്കിൽ പുതിയ ബില്ല് പ്രകാരം അത് 125 ദിവസമായി ഉയർത്തും. ഇത് തൊഴിലാളികൾക്ക് ഗുണകരമായേക്കാവുന്ന ഒരു മാറ്റം തന്നെയാണ്. രണ്ടാമത്തത് ശമ്പളം ആര് നൽകുമെന്നതാണ്. അതിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 100% നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ പുതിയ ബില്ല് പ്രകാരം ഇതിന്റെ 40% തുക ഇനി മുതൽ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. അതായത് 60:40 അനുപാതം. അതായത് കുഴിയെടുത്ത് എന്ന് പറഞ്ഞ് വെറുതെ കേന്ദ്രത്തിന്റെ കാശ് അടിച്ചു മാറ്റി ഇനി വീട്ടിൽ ചെന്നിരിക്കാൻ പറ്റില്ല. ഡിമാൻഡ് ബേസ്ഡ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ബേസ്ഡ്. പഴയ നിയമപ്രകാരം തൊഴിലാളികൾ ജോലി ചോദിച്ചാൽ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നോർമേറ്റീവ് അലോക്കേഷൻ എന്ന രീതിയാകും ഇനി മുതൽ നടപ്പിലാക്കുക. അതായത് ഓരോ സംസ്ഥാനത്തിനും മുൻകൂട്ടി നിശ്ചയിച്ച ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലാകും തൊഴിൽ നൽകുക. കൃഷിപ്പണി ഉള്ളപ്പോൾ തൊഴിലുറപ്പില്ല. കാർഷിക സീസണുകളിൽ, അതായത് വിളവെടുപ്പ്, വിത്ത് വിതയ്ക്കൽ തുടങ്ങിയ സമയങ്ങളിൽ തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം പരിഹരിക്കാൻ വർഷത്തിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പണികൾ നിർത്തിവെക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കും. അതിൽ ജോലിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വെറുതെ കുഴിയെടുത്ത് പുല്ല് വെട്ടി തുടങ്ങി തട്ടിപ്പ് ജോലികൾക്ക് പകരം ജലസംരക്ഷണം, ഗ്രാമീണ ഇൻഫ്രാസ്ട്രക്ചർ, കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും. അതായത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ സാധാരണ കാണുന്നത് ഒരു 10-11 മണിക്ക് ഈ തൊഴിലുറപ്പ് ജോലിയുമായി വരുന്നവർ 2-3 കുഴി വെട്ടിയിട്ട് ബാക്കി ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറ്റമൊക്കെ പറഞ്ഞ് മറ്റിപ്പോൾ പരദൂഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും കുഴി വെട്ടി വീണ്ടും അന്ന് ചെയ്ത ജോലിയുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു തട്ടിക്കൂട്ട് ജോലി ആയിരിക്കില്ല ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് വികസിത് ഭാരത് ലക്ഷ്യമിട്ടാണ് ഈ
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഓരോ രീതികളും മാറ്റിയിരിക്കുന്നത്. ഡിജിറ്റൽ നിരീക്ഷണം, അതായത് തട്ടിപ്പുകൾ തടയാൻ ആധാർ അധിഷ്ഠിത പേയ്മെന്റ്, മൊബൈൽ വഴിയുള്ള ഹാജർ, AI സാങ്കേതിക വിദ്യ എന്നിവ ഇതിൽ നിർബന്ധമാക്കുന്നുണ്ട്. ബേസിക്കലി ഇതിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിൽ ദിനങ്ങൾ 125 കൂടുന്നത് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയാണെങ്കിലും ഫണ്ടിന്റെ 40% സംസ്ഥാനങ്ങൾ കണ്ടെത്തണം എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയുള്ള സംസ്ഥാനങ്ങളിൽ വേതനം മുടങ്ങാനോ തൊഴിൽ ദിനങ്ങൾ വെട്ടിച്ചുരുക്കാനോ ഇത് കാരണമായേക്കാം എന്നൊരാശങ്ക ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിന് വേറെ ഒരു ബദൽ സംവിധാനം കണ്ടുവച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. കാശുള്ളവന്റെ വീട്ടിലെ പുല്ല് വെട്ടുന്നതും രാഷ്ട്രീയ പാർട്ടിക്ക് ജാഥയ്ക്ക് പോകുന്നതും അവർക്ക് വേണ്ടി കൊടിപിടിക്കാൻ പോകുന്നതെല്ലാം ഇതോടുകൂടി നിൽക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.